അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ വി എസ് ജിതിൻദേവ്, ശ്രീ എ സജീവൻ എന്നിവർ ചർച്ചയിൽ. ഞാൻ ശ്രീ എസ് സജീവനിലേക്ക് ആദ്യം ഒന്ന് പോകുന്നു. ശ്രീ എസ് സജീവൻ, തോൽവിയുടെ ആദ്യ മണിക്കൂറുകളിൽ പാർട്ടി സെക്രട്ടറി അടക്കം തോറ്റുവന്ന് പരോക്ഷമായെങ്കിലും സമ്മതിച്ചതാണ്. UDF-ന് മുൻതൂക്കം എന്നതായിരുന്നു. ദേശാമാനി അടക്കം തലക്കെട്ട്. ഇന്ന് ഭരണവിരുദ്ധ വികാരമില്ല, ശബരിമല ഘടകമില്ല, വെള്ളാപ്പള്ളി ഘടകമല്ല എന്നാണ് MP ഗോവിന്ദൻ പറയുന്നത്. മാസങ്ങൾക്കപ്പുറം നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്ന ഒരു പാർട്ടിക്ക് അഫോർഡബിളായ ഒരു തിരസ്കാരമാണോ, ഡീനയിലാണോ ഇന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്? ശ്രീ എ സജീവൻ. അല്ല, MP ഗോവിന്ദൻ്റെ ഈ പ്രതികരണം കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ ന്യായീകരണം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലേക്ക് വന്നത് ഒരു സിനിമയിലെ ഡയലോഗുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് പാർട്ടി തോറ്റു? ഭരണവിരുദ്ധ വികാരമില്ല, സർക്കാർ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്തു. ആകെ അദ്ദേഹം പറയുന്നത് മലപ്പുറത്തും മധ്യ കേരളത്തിലും മാത്രമാണ് തോറ്റതെന്നാണ്. പിന്നെ പറയുന്നു കൊല്ലത്ത് വൻ പരാജയമാണ് ഉണ്ടായതെന്ന്. തിരുവനന്തപുരത്ത് ഒന്നാമത്തെ പാർട്ടിയാണ് എന്ന് പറയും. ഇതൊക്കെ നമുക്കാർക്കും മനസ്സിലാവാത്ത കണക്കുകളാണല്ലോ. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട്ടാണ്. കോഴിക്കോടിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ജില്ലാ പഞ്ചായത്ത് UDF ഭരിക്കാൻ പോവുകയാണ്. അത് പരാജയമല്ലേ? കോഴിക്കോട് കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ 51 ഉണ്ടായിരുന്നു. അത് പിന്നെ ഒരു വിമതനപ്പുറത്തേക്ക് കാല് മാറിയപ്പോൾ 50 സീറ്റ് തുടർച്ചയായിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? വളരെ ദയനീയമായ അവസ്ഥയിലായിട്ട് പോലും ഇവിടെ ഒന്നും ഒരു പരിക്കും ഉണ്ടായില്ല എന്ന് പറയുന്നതിൻ്റെ ന്യായീകരണം മനസ്സിലാവുന്നില്ല. ഇത് എന്താണെന്ന് ഇവർ പരിശോധിക്കും. ആദ്യഘട്ടത്തിലുള്ള ഗോവിന്ദ മാഷ്ടർ പ്രതികരണം എന്ന് പറയുന്നത് ഞങ്ങൾ പരിശോധിച്ച് കാര്യങ്ങളൊക്കെ അപഗ്രഥിച്ച് പരിഹാരത്തിലേക്ക് പോകും എന്നാണ്. പക്ഷേ ഇപ്പോൾ ഇന്ന് നടന്ന അവരുടെ നേതൃയോഗത്തിൽ ഈ പരിശോധനയുടെ ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല, പാർട്ടിയുടെ അടിത്തറ അതേപോലെയുണ്ട്, ഭരണവിരുദ്ധ വികാരമില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്താണ് സംഭവിച്ചത്? ഈ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ തോറ്റുപോയി എന്നതിന് ഒരു മറുപടി എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ എന്നെപ്പോലെയുള്ള രാഷ്ട്രീയത്തിലെ ഒരു പ്രത്യേക പാർട്ടിയുടെ ആളല്ലാത്ത ആളുകൾ ചോദിക്കുന്ന പോലെയല്ല, പാർട്ടിയുടെ അംഗങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്കൊക്കെ ജനങ്ങൾക്കിടയിലുള്ള ബന്ധമുണ്ടല്ലോ, അവർ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് തോറ്റത്. ഇവർ പറയുന്നു, അവർ തന്നെ പറയുന്നുണ്ട് ഭരണവിരുദ്ധ വികാരമാണ് എന്ന്. അതല്ലെങ്കിൽ സ്വയം ഒരിൻ്റെ അടുത്ത് ഇന്ന് രാവിലെ പോലും ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ പറഞ്ഞ് ഇത് സ്വയം കൃതാനർത്ഥമാണ്, UDF-കാരുടെ നേട്ടം കൊണ്ടോ BJP-യുടെ നേട്ടം കൊണ്ടോ ഉണ്ടായതല്ല, അവനവൻ ഉണ്ടാക്കി തീർത്തിട്ടുള്ള അപകടമാണ് എന്ന് വളരെ കൃത്യമായിട്ട് അങ്ങനെ സാധാരണ പ്രവർത്തകരും വോട്ടർമാരും പറയുന്നുണ്ട്. അതല്ലെങ്കിൽ ഞങ്ങൾക്കിപ്പോഴും അടിത്തറയുണ്ട് എന്നൊക്കെ പറയുന്ന ഞങ്ങൾക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഞങ്ങൾക്കാണെന്ന് പറയുന്നു. അത്തരം ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ ഇപ്പോൾ സംഭവിച്ച വലിയ പതനം, ആ പതനത്തെ ന്യായീകരിക്കാൻ പറ്റില്ല. സത്യത്തിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. CPM-കാർ ചെയ്യേണ്ട കാര്യം യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് അതിന് ഇനിയുള്ള കുറച്ച് സമയം, വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്, അതിനിടയിലെങ്കിലും പരിഹാരത്തിലേക്ക് പോവാതെ ഇത്തരത്തിൽ ന്യായീകരണങ്ങളിലേക്ക് പോയാൽ അവർ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.